ഒരു പടയാളിയുടെ തല എനിമി കട്ട് ചെയ്ത് കളയാണ്. എന്നാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ അത് നടന്നിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ആകാശത്ത് നിന്ന് ബോണ്ട പോലത്തെ ഒരു തല വന്ന് തറയിലേക്ക് വീഴുന്നു. അപ്പൊ വീണ തല വളരെ വിയേർഡായിട്ടുള്ളത് കൊണ്ട് അതെടുത്ത് കഴുത്തിന് മീതെ വെക്കാതെ പടയാളി അവിടെ നിന്ന് നടന്നു പോകാൻ തുടങ്ങി. എന്നാൽ പുറകെ ബോണ്ട തലയും അയാളെ ഫോളോ ചെയ്ത് വരെയാണ്. അപ്പൊ കണ്ണ് കാണാൻ പറ്റാത്ത പടയാളി മുമ്പിലത്തെ പോസ്റ്റിൽ പോയിരിക്കുന്നു. ഉടനെ ബോണ്ട തല വന്നിട്ട് പറഞ്ഞു അതിനെ തൽക്കാലത്തേക്ക് തലയായിട്ട് ഉപയോഗിക്കാൻ. എന്നാൽ പടയാളി അത് പറയുന്നത് ഒന്നും കേൾക്കാതെ വീണ്ടും മുന്നോട്ട് നടന്നു പോകാൻ തുടങ്ങി. പക്ഷെ പടയാളിക്ക് വീണ്ടും കണ്ണ് കാണാൻ പറ്റാതെ റോഡിന് ഒരു മാൻഹോളിലേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ പടയാളി ബോണ്ട തലയെടുത്ത് സ്വന്തം തലയ്ക്ക് പകരം വെച്ചിട്ട് ഒറിജിനൽ തല അന്വേഷിച്ചിറങ്ങി. ആ സമയത്ത് രണ്ട് കുട്ടികൾ വഴിയിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഉടനെ പടയാളി അവരോട് ചെന്ന് വഴി ചോദിക്കുകയാണ്. അടുത്ത സെക്കൻഡിലെ ബോണ്ട തല കഴുത്തി നിളകി തറയിലേക്ക് വീണിട്ട് കുട്ടികളോട് പറഞ്ഞു ബോളിന് പകരം നിങ്ങളെ എന്നെ തട്ടി കളിച്ചോളാൻ. ഇത് കേട്ട കുട്ടികൾ പേടിച്ച് അവിടെ നിന്ന് നിലവിളിച്ചോണ്ട് ഓടിപ്പോവാണ്. ആ സമയത്ത് പടയാളി വഴിയിൽ ഒരു ബൈക്ക് ഇരിക്കുന്നത് കാണുന്നു. ഉടനെ അയാൾ ബൈക്കിന്റെ ഓണറിനെ മൈൻഡ് ആക്കാതെ ബൈക്ക് എടുത്തോണ്ട് പോവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഓണർ പടയാളിയെ അടിക്കാനായിട്ട് വരുന്നു. ഇത് കണ്ട ബോണ്ടത്തല കഴുത്തി നിളകി എല്ലാ അടിയിൽ നിന്ന് മിസ്സാവുകയാണ്. എന്നിട്ട് അയാളെ തള്ളി തറയിലേക്ക് ഇട്ടിട്ട് ചാടി നെഞ്ചിലേക്ക് വീണ് ഓണറിനെ നിലം പരിശാക്കുന്നു. ശേഷം ആ ബൈക്കും എടുത്ത് സിറ്റിയിലൂടെ പോവാൻ തുടങ്ങി. ആ സമയത്ത് മറ്റൊരിടത്ത് ഒരു ലേഡി ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. ഉടനെ അവരുടെ മോൻ അമ്മ എന്താ മേടിച്ചെന്നറിയാൻ വേണ്ടിയിട്ട് കവർ ചെന്ന് തുറന്നു നോക്കുകയാണ്. എന്നാൽ അതിനകത്ത് പടയാളിയുടെ തല ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ കളിപ്പാട്ട് എന്ന് വെച്ച് കുട്ടി അത് കയ്യിലെടുത്തതും തല അവനെ നോക്കി സംസാരിക്കാൻ തുടങ്ങി. ഇത് കണ്ട് പേടിച്ച കൊച്ചത് താഴേക്കിടാണ്. ഉടനെ അമ്മ വന്ന തലയെടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ട് പുറത്ത് കൊണ്ടുപോയി കളയാൻ നോക്കുന്നു. ആ സമയത്ത് അവിടേക്ക് പടയാളി എത്തുകയാണ്. അപ്പൊ ബോണ്ട തല കണ്ട ലേഡി അന്തം വിട്ട് നിന്നതും പെട്ടെന്ന് തല ചാടി റോഡിലേക്ക് വീണിട്ട് ആ ലേഡിയുടെ കവറിലിരിക്കുന്ന തല തിരികെ കൊടുക്കാൻ പറയുന്നു. ഉടനെ പടയാളി കവറിലിരുന്ന സ്വന്തം തലയെടുത്ത് കഴുത്തിൽ ഫിറ്റ് ചെയ്തിട്ട് ആ ലേഡിയെ നോക്കി നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു.